ഹായ് ഗൈസ്, മുത്തിയമ്മ പൊയില ഇടിക്കുവാന്നോ? അല്ലല്ലോ, ഇന്ന് പോത്തിറച്ചി വാങ്ങി. അതിനെ പെരട്ടാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ചിരിച്ചു മയക്കി അടുക്കളയിൽ പാത്രം കഴുകാനുള്ള ഡാവാണ് ഈ കാണുന്നത്. ഞാനത് അതികഠോരമായി എതിർത്തു. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പൊതിച്ചോറാണ്, ഒരുപാട് പണിയുണ്ട്. ബീട്രൂട്ട് തോരൻ, പയറ് വിഴുക്ക്, പൊന്നപ്പുളിശ്ശേരി എന്നിവ ഇടതടവില്ലാതെ വെന്ത് കയറി. എന്നാ പിന്നെ പൊതിയിലേക്ക് ചുക്കാൻ പിടിച്ച പോത്തിനെ അടുപ്പിൽ കയറ്റാം. അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഒരു കിടിക്കാച്ചി പോത്ത് റോസ്റ്റ് അങ്ങ് സെറ്റായി. അപ്പൊ നിങ്ങൾ പറയും, ഒരു പൊതിച്ചോറിന്റെ ഓജസ്സും തേജസ്സും എന്താണ്? വേറെന്താണ്, മുട്ട പൊരിച്ചതും ചമ്മന്തിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പീലില്ല, മുട്ടയും പൊരിച്ചു, കാന്താരി ചമ്മന്തി അരച്ചു. ഇനിയിപ്പോ പൊതികെട്ടൽ ചടങ്ങിലേക്ക് ചുവട് മാറ്റാം. ഇലവാട്ടി ചോറിട്ടു, തോരനും വിഴുക്കും ചമ്മന്തി എത്തി, പോത്ത് റോസ്റ്റ്, മാങ്ങാച്ചാറ്, മുട്ട പൊരിച്ചതും എത്തി. മുറുക്കെ ചോറ് പൊതിഞ്ഞു കഴിയുമ്പോൾ ഇനി കാത്തിരിപ്പിന്റെ സമയമാണ്. 2 പൊതി പൊതിഞ്ഞിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ദീപുമോന് ഒരെണ്ണം കൊടുക്കാം. അതിപ്പോ ലാഭമായല്ലോ, അതിന്നും കൈയിട്ട് വരാം. ഒടുവിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം പൊതി തുറക്കുകയായി. പൊതി തുറന്ന മണം പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ കൂടെ പോകുന്ന നിവിൻപോളിക്ക് വരെ കിട്ടിയെന്നാണ് അറിഞ്ഞത്. അങ്ങനെ തോരനും വിഴുക്കും ചമ്മന്തിയും മാങ്ങാച്ചാറും പോത്ത് റോസ്റ്റും മുട്ട പൊരിച്ചത് എല്ലാം കൂടി കുഴച്ച് എന്റെ പൊന്നെ പിന്നെ പറയാനുണ്ടോ? അപ്പൊ എല്ലാരും ഹാപ്പിയല്ലേ? ബൈ ബൈ.